ഓരോ ബിസിനസ്സിനും അതിൻ്റെതായ രൂപത്തിലുള്ള ഓരോ ഡെലിവറി സർവീസുകൾ വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആ രൂപത്തിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഡെലിവറി വാഹനങ്ങൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് പറയാം. അത്തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ഒരു സുഹൃത്തെടുത്ത ഒരു വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡെലിവറി വാഹനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് ടാറ്റയുടെ വിങ്ങർ കാർഗോ എന്ന് പറയുന്ന മോഡൽ. ഇത് ഞാൻ പറയാൻ പോകുന്നത് ഈ വാഹനം വാങ്ങിയ ആളുടെ ബിസിനസ്സിനെ കുറിച്ചും അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ അഡ്വാൻറ്റേജുകളെ കുറിച്ചും ഒപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ചുമാണ്. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള തൻ്റെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ടാറ്റയുടെ വിങ്ങർ എന്ന് പറയുന്ന മോഡൽ സ്വന്തമാക്കിയിട്ടുള്ള നാസർക്ക നമ്മുടെ കൂടെയുണ്ട്. വെൽക്കം ടു അവർ ചാനൽ. അതുപോലെ തന്നെ റാഷിക് ബ്രോ, സ്വാഗതം. ഓക്കെ, ആദ്യം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അഡൂച്ച് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലാണ്. ആ സ്ഥാപനത്തിൻ്റെ ഓണറാണ് നാസർക്ക. നാസർക്ക, ഈ അഡൂച്ചിനെ കുറിച്ചൊന്ന് പറഞ്ഞു തുടങ്ങിയാലോ നമുക്ക്? എന്താണ് ശരിക്കും അഡൂച്ച് എന്ന് പറയുന്ന കോൺസെപ്റ്റ്? ഇന്ത്യയിലൊരു ലീഡിംഗ് ബ്രാൻഡാണ് വുഡൻ ഹോം ഡെക്കർ മാനുഫാക്ചറിംഗ് കമ്പനി. അതായത് മരങ്ങൾ കൊണ്ട് ഫ്ലവർ ആക്സസറീസുകൾ. മെയിൻ പ്രോഡക്റ്റ് ഫസ്റ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലവർ വേസ് ആണ്. മരം കൊണ്ട് സോളിഡ് വുഡ് ആയിട്ടുള്ള സിംഗിൾ വുഡിൽ മരം കൊണ്ട് നമ്മൾ ഫ്ലവർ വൈസ് ഉണ്ടാക്കുന്നത്. വേൾഡിൽ തന്നെ ആദ്യത്തെ ഒരു കൺസെപ്റ്റ് ആണ്. ഒരു പാർട്ണർ ഉണ്ട്, മഷൂദ്. അവനും ഞാനിവിടെയാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. ശരിക്കും ഇന്ത്യയിൽ വേറെ ഇങ്ങനെ ഒരു കമ്പനി ഇല്ല. സംഭവം പറഞ്ഞു കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിലും ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥാപനമാണ്. അത് മലപ്പുറം ജില്ലയിലാണ്, കേരളത്തിലാണ്, മലയാളിയാണ്. ഇന്ത്യ മൊത്തം സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് എടുത്തൊരു വണ്ടിയാണ് വിങ്ങർ. ഓക്കെ, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിന്റെ മുന്നേ കൂടി ഒരു കാര്യം കൂടി പറയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് സംസാരിച്ച പുള്ളിയുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ വന്ന് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, തേക്കിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലേ? അത് ആശ്ചര്യത്തോട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ റോൾസ് റോയ്സിൽ കൊണ്ടുപോകുന്ന തേക്കിന്റെ റോസ് വുഡ് അടക്കമുള്ള വുഡുകൾ വെച്ചിട്ട് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നു. വുഡ്, മഹാഗണി നമ്മൾ ചെയ്യുന്നതാണ്. നമ്മൾ ഇതിന്റെ കൂടെ ഇപ്പോൾ ഇവർ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണുന്നുണ്ട്. എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ അതൊരു വീഡിയോയിൽ കാണുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാണ് നേരിട്ട് കാണുന്ന സമയത്ത്. അതിന് വാങ്ങേണ്ട ആൾക്കാർ യൂട്യൂബ് ചാനൽ ഇത് റിവീൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണല്ലേ? അതെ, ഇവിടെ നിന്ന് വരുന്നത് എന്നുള്ളൊരു സംഭവം അറിയില്ല. ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡാണ്. നമ്മുടെ ഒരുപാട് ഡീലേഴ്സ് ഉണ്ട് കേരളത്തിൽ, കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ. ശരിക്കും ഇങ്ങനെ ഒരു ആശയം കൊണ്ടുവരാണ്ടായിരുന്ന റീസൺ എന്തായിരുന്നു? അത് ഇതൊരു പുതിയ കൺസെപ്റ്റ് ആകുമ്പോൾ അതിന്റെ മുന്നിൽ ഒരു ചിന്ത ഉണ്ടാവുമല്ലോ. അത് പാർട്ണറാണ് മഷൂദ്, പുള്ളിയുടെ ബുദ്ധിയാണ്. ആ ബുദ്ധിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചോദിക്കുന്നില്ല. ഓക്കെ, ഞാൻ വേറെ ചോദ്യം ചോദിക്കട്ടെ. ശരിക്കും ഈ ബിസിനസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ടാറ്റ വിങ്ങർ എടുക്കണം എന്നുള്ള അല്ലെങ്കിൽ ഒരു കാർഗോ വണ്ടി എടുക്കണം എന്നൊരു ചിന്ത വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒരുപാട് മോഡലുകൾ നോക്കിയിട്ടുണ്ടായിരിക്കും. ഇത് അതിൽ നിന്ന് ടാറ്റ വിങ്ങറിൽ എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഓൾ നമ്മൾ വ്യത്യസ്തമായിട്ട് വണ്ടി എടുക്കുക എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. എല്ലാവരും ട്രാവലർ അങ്ങനത്തെ വണ്ടികളായിരുന്നു നമ്മൾ അഭിപ്രായം ചോദിച്ച എല്ലാവരും പറഞ്ഞു സജസ്റ്റ് ചെയ്ത്. പക്ഷേ ഇതിന്റെ ഒരു ലുക്ക് പഴയ ഒരു ലുക്കല്ല, അന്നത്തെ മോഡൽ ഇഷ്ടമല്ലായിരുന്നു. പുതിയ മോഡൽ വന്ന ടൈമിൽ നല്ലൊരു ഫ്രണ്ടേജ് നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ലാമ്പുകളും എല്ലാം നല്ല ഭംഗിയാണ്, വെറൈറ്റി ലുക്കിലാണ്. ട്രാവലൊക്കെ ചെയ്യുമ്പോൾ വിദേശത്തൊക്കെ കാണുന്ന ഒരു ഡിസൈനാണ്. അത് ഞാൻ ചോദിക്കാൻ വരുന്നത്, അതായത് ഒരു വിദേശിയാണോ എന്നുള്ളൊരു തോന്നൽ എപ്പോഴും ആ ഒരു ഡിസൈനിൽ എടുത്തതായിരുന്നു. നമ്മുടെ പ്രൊഡക്റ്റ് ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ല, ഒരു ആളുകളാണ്. പക്ഷെ നമ്മുടെ പ്രതീക്ഷ എല്ലാവരും നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചോദിക്കാൻ പോകും. എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, ഒരുപാട് ആൾക്കാർ ഇതിനെ കുറിച്ച് മോശം പറഞ്ഞു എന്ന് പറഞ്ഞു. വിങ്ങറിനെ കുറിച്ച് മോശമൊന്നുമല്ല, വിങ്ങർ നല്ല വണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്പനിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സർവീസ് മോശമാണ്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ മോഡൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് എടുത്തായിരുന്നു. ഇപ്പോ അതായത് ഇപ്പൊ എടുത്തിട്ട് 4 മാസം ആവാനായില്ലേ? 3 മാസം. ഓക്കെ, ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് നേരത്തെ കേട്ട 3 മാസത്തില് 13,000 കിലോമീറ്റർ ഓടി. 13,000 കിലോമീറ്റർ. റാഷിക് ബ്രോ ആണ് അധികം ഓടിക്കല്ലേ? 3,500 കിലോമീറ്റർ ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിലൊക്കെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം കമ്പനിയിൽ തന്നെ വിളിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അത്രയും ഓടിയതല്ല, ജസ്റ്റ് വന്നിട്ട് സർവീസ് ചെയ്യും. അത് അവരിനെ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ കേട്ട ഇതിൽ സത്യമല്ല ഞങ്ങൾ പറഞ്ഞു. സർവീസിനെ കുറിച്ച് മോശം അഭിപ്രായം കേട്ടു. 3 മാസം നമ്മൾ ഉപയോഗിച്ചു. ഇപ്പോ നമ്മളുടെ ഫീഡ്ബാക്ക് എന്താണ് ടാറ്റയുടെ സർവീസിനെ കുറിച്ച്? സർവീസ് ഒക്കെ ഓക്കെയാണ്, പക്കയാണ്. കേട്ട പോലൊന്നും അല്ല കാര്യം. അല്ല, കാരണം അവര് പറഞ്ഞ ടൈമിന്റെ മുന്നേ തന്നെ എനിക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഡെലിവറി അതായത് സർവീസിന് കൊടുത്തിട്ട് തിരിച്ച് നമ്മളൊരു കാറൊക്കെ എടുത്ത് സർവീസിന് കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അവര് തരുന്ന അതേ ഫെസിലിറ്റി തരുന്നുണ്ട്. കൊമേഴ്ഷ്യൽ വെഹിക്കിൾ തരാന്ന് പറഞ്ഞാല് വലിയ കാര്യമല്ലേ? പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ വെഹിക്കിളിന് എല്ലാവരും റഫായിട്ടാ കാണുക. അങ്ങനൊന്നുമില്ല. പിന്നെ ടാറ്റ എന്നുള്ള ബ്രാൻഡിനോട് നമുക്കൊരു വിശ്വാസം, ഒരു റെസ്പെക്ട്. ഇത്രയും വണ്ടികൾ ഇറങ്ങുന്നതാണ്, എല്ലാവരും പറയുന്ന പോലെ ഇതൊന്നുമില്ല. ഇനി എന്തായാലും എല്ലാവരും എടുക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അല്ല, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിന്റെ പറ്റി ഞാൻ ചോദിക്കട്ടെ. ശരിക്കും ടാറ്റ വിങ്ങർ എടുത്തു, ആദ്യം കുറെ നെഗറ്റീവ് ഒക്കെ കേട്ടു, പക്ഷേ അതൊന്നും സത്യമല്ല എന്ന് മനസ്സിലായി. ഇപ്പൊ ടാറ്റ വിങ്ങർ ഇട്ട് 3 മാസക്കാലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ടാറ്റ വിങ്ങർ നിങ്ങളെ ബിസിനസ്സും തമ്മിൽ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളെ ബിസിനസ്സിന് എത്രമാത്രം യൂസ്ഫുൾ ആണ് ഈ വണ്ടി? ഞങ്ങൾ ആദ്യം ഇത്രയും വലിയ വണ്ടി വേണ്ട എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. വലുത് വേണ്ട. അപ്പോൾ ഒരു വണ്ടി എടുത്തതിന് ശേഷം
അതിന്റെ ഡെവലപ്മെന്റ് കണ്ടപ്പോൾ നമുക്ക് ഇതിൽ വലിയ വണ്ടി വേണമെന്നുള്ള. പിന്നെ യാത്രാസുഖം ഞങ്ങള് ഒരാഴ്ചയോളം ഇതില് ഞാനടക്കം ഞങ്ങൾ ഇതില് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനും കൂടി കുറിച്ച് പറയാം. അതായത് എങ്ങനെ ഉണ്ടായിരുന്നു ഡ്രൈവിംഗ് കംഫർട്ട്, എങ്ങനെയാണ് യാത്രാസുഖം, എങ്ങനെയാണ് യാത്ര? നമുക്ക് കാറിൽ പോകുന്ന ഫീൽ തന്നെയാണ്, അതൊരു ഫീൽ തന്നെ. സസ്പെൻഷനും ഇത് കിട്ടുന്നുണ്ട്. ഇത്രയുണ്ട് ഇല്ലെങ്കിലും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആണ് സ്വാഭാവികം. സാധാരണ ഉപയോഗിക്കുന്ന കൊമേഴ്ഷ്യൽ വെഹിക്കിളിൽ കൂടുതലായിട്ടുള്ള നമുക്കൊരു കംഫർട്ട് നല്ല രീതിയിൽ കിട്ടും. എനിക്ക് തോന്നുന്നു റാഷിക്കാക്ക് അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും തോന്നുന്നു. കാരണം വേറെ വണ്ടികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. അതിലേറ്റ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് വണ്ടി. കാരണം എന്താ വെച്ചാൽ ഡ്രൈവിങ്ങിനാണെങ്കിലും ഡ്രൈവിംഗ് സീറ്റ് ആണെങ്കിലും ഹെഡ് റൂം ആണെന്നുണ്ടെങ്കിലും കൂടുതൽ റൺ ചെയ്യാൻ സമയത്തൊക്കെ നമ്മൾ ക്ഷീണം വരും. ഒന്ന് കൈയൊക്കെ ഒന്ന് പൊണ്ടിരിക്കണം, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അത് നല്ലൊരു കാര്യം. ഇപ്പം 3000 എന്റെ കാറിനിലേറെ എത്രയോ ബെറ്റർ ആണ് ഇത്. പക്ഷെ എന്താ വെച്ചാല് 7 ദിവസത്തോളം 8 ദിവസം അല്ലെ 8 ദിവസത്തോളം ഞങ്ങൾ ലോങ് ഡ്രൈവ് പോയി. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വിങ്ങറിൽ ഒരു 3000 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ഡ്രൈവ് ചെയ്യാൻ 500 കിലോമീറ്റർ ഞങ്ങൾ പോയിട്ട് കേരളത്തിലെ റോഡേ പ്രശ്നമുള്ളൂ. കംപ്ലീറ്റ് പോരാത്തിന് ഇക്കോ മോഡ് ഉണ്ടല്ലോ, ഇക്കോ മോഡ് കൂടുതലും ഞങ്ങൾക്ക് യൂസ്ഫുൾ ആയത് ലോങ് ഡ്രൈവ്. ലോങ് ഡ്രൈവ്. അപ്പൊ 2 ഡ്രൈവ് മോഡ് ഉണ്ട്. മൈലേജ് എത്ര ഉണ്ട്? നമ്മൾ ജനുവലി പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് 10 മുകളിൽ എന്തായാലും കിട്ടലുണ്ട്. ഒരു 12 കിട്ടും ഫുൾ ലോഡില്. എത്ര ലോഡ് വരെ? ഇപ്പൊ ഏകദേശം എത്ര വെയിറ്റ് ഇതിനകത്ത് സാധാരണ ഗതിയിൽ കൊണ്ടുപോകാറുണ്ട്? ഞങ്ങൾ ബോക്സ് കണ്ടില്ലേ, അങ്ങനത്തെ ഒരു ബോക്സ് 70 മറ്റേ ആ ബ്ലൂ ബോക്സ് ഇതിനകത്ത് അട്ടിയിട്ടിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ശരിക്കും അഡൂച്ചിന്റെ ബിസിനസ്സിന് കറക്റ്റ് ആണത്. പേഴ്സണലി കല്യാണത്തിനൊക്കെ പോരാ, ഞങ്ങളിപ്പോ ടൂർ പോയി ഇതിനകത്ത് പോയത് എല്ലാവരും കൂടി. ശരിക്കും ഇതിന്റെ മറ്റു പർപ്പസ് വാഹനങ്ങൾ കേട്ടോ, സ്കൂൾ പർപ്പസുകൾക്ക് യൂസ് ചെയ്യാറുണ്ട്. വിങ്ങർ എന്ന് പറഞ്ഞ മോഡൽ, ഇതിപ്പോ വിങ്ങർ കാർഗോ ആണ്. അതുപോലെ വിങ്ങർ എന്ന് പറയുന്ന മോഡൽ ചിലർ ആംബുലൻസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകൾ, പിന്നെ കാരവൻ പോലെ 7 സീറ്റർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ശരിക്കും ആ ഒരു ഇന്റർനാഷണൽ ലുക്ക് നല്ല രസമാണ്. ശരിക്കും ഒരു വിങ്ങർ കസ്റ്റമർ എന്നുള്ള രൂപത്തിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഒരു എന്റർപ്രണർ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് എത്രമാത്രം ആപ്റ്റ് ആണ് ഈ വാഹനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? 100% സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. ഈ റോഡ് വരെ കറക്റ്റ് ആയിട്ട് പോകാൻ പറ്റും. കുറച്ച് ഇടുങ്ങിയ റോഡാണെങ്കിൽ പോലും ഈസി ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. അപ്പം ദീർഘദൂര യാത്ര പറയണ്ടല്ലോ, കാർ ഓടിക്കാൻ അറിയുന്ന ഏതൊരാൾക്കും ഉപയോഗിക്കാം. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട്, അതായത് ഇപ്പോൾ പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങുന്ന ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങളൊരു വിങ്ങർ കസ്റ്റമർ അല്ലേ, ഞാനൊരു വിങ്ങർ എടുക്കാൻ പോകണം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയും? വന്നിട്ടുണ്ടാവും. അത് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഡീലേഴ്സ് ഒക്കെ അവരെടുക്കാന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അളവ് വരെ എടുത്തിട്ട് സാധനങ്ങൾ കൊള്ളുവോ, പർപ്പസ് അനുസരിച്ച് ചെറിയ വണ്ടികളുണ്ടല്ലോ, ഒന്നും കൂടി ബെറ്റർ ഈ വണ്ടി എടുക്കുകയായിരിക്കും. അങ്ങനെ പറയാനുള്ള കാരണം അപ്പോഴാണ് നമ്മുടെ ബിസിനസിന്റെ വോളിയം കൂടുക. വണ്ടി എടുത്ത് സൂപ്പർ മാർക്കറ്റിൽ വലിയ മറ്റേത് വെക്കുന്ന പോലെ. ശരിക്കും ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടായിരിക്കുമല്ലോ ഇപ്പൊ എല്ലാവരും ചിന്തിക്കുക. പ്രത്യേകിച്ച് ഇതൊരു കൊമേഴ്ഷ്യൽ വാഹനമാണ്. ലാഭം എത്രത്തോളം ഉണ്ടാവും, നമ്മൾ എത്ര വോളിയം ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് തീർച്ചയായിട്ടും ഒരാൾ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾ എടുക്കുക. അങ്ങനെ ഒരു ആസ്പെക്ട്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയും? അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചെറിയൊരു കാർഗോ വണ്ടി എടുക്കുന്നതിനായിട്ട് നല്ലത് വലിയ വണ്ടിയിലോട്ട് പോകണ്ട, എന്നാൽ അത് യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇത് യൂസ് ചെയ്യാം. ചെറിയ റേറ്റിൽ ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ. അത് നമുക്ക് പ്രോഫിറ്റ് ആക്കി മാറ്റാം. കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകും. എക്സ്പെൻസ് സെയിം ആണ്. ഒരു ഡ്രൈവർ ഒരു കോ ഡ്രൈവർ, പിന്നെ പെട്രോൾ എക്സ്പെൻസ് 10 മൈലേജ് അല്ലെങ്കിൽ 11 മൈലേജ് എന്നൊക്കെ പറഞ്ഞ സാധാരണ നോർമൽ വണ്ടിക്കും സെയിം തന്നെയാണ്. അപ്പൊ എക്സ്പെൻസ് സെയിമിൽ നമുക്ക് കൂടുതൽ സാധനങ്ങൾ ഐറ്റംസ് കൊണ്ടുപോകാം. അടിപൊളി, അത് നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഞാൻ വേറെ കേട്ടു, ഇത് എപ്പോഴെങ്കിലും വഴിയിൽ നിന്ന് പണി തരിക അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഇതുവരെ പുതിയതായതുകൊണ്ട് ഇപ്പൊ അതിനെ കുറിച്ച് അനുഭവം ഉണ്ടായിട്ടില്ല. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് രാത്രിയിലും ഇത് BS6 ആയതുകൊണ്ട് സംഭവം വരുന്നുണ്ട്. കാർബൺ ഫിൽറ്റർ വരുന്ന പ്രോസസ് അതിൽ ആ ടൈമിൽ സിഗ്നൽ കാണിക്കും. ആ സിഗ്നൽ വന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് എന്താണെന്ന് അറിയില്ല, അവർ വിളിച്ചിട്ട് അവർ പറഞ്ഞു പ്രശ്നമില്ല നിങ്ങൾ ഓടിക്കോ. രാത്രി 10-11 മണിക്കായിട്ട് വിളിച്ച് ആ ടൈമിൽ ഒരു റിപ്ലൈ ടാറ്റ അങ്ങനെയൊക്കെ റിപ്ലൈ തരാന്ന്. അതെ, വലിയ കാര്യമാണ്. ഇപ്പൊ ടാറ്റയുടെ കേസിൽ എല്ലാവരും പറയുന്നു ടാറ്റ സർവീസ് മോശം. അപ്പൊ ടാറ്റ ഇപ്പൊ കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പൊ അവർ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ അനുഭവം ഉണ്ടായില്ല, കാരണം നമ്മൾ പറയുന്നത് കേട്ടോ, എല്ലാവരും പറയുന്നത് കേട്ടവരായിരിക്കും അധികം. അല്ല, ഉണ്ട് പലർക്കും അനുഭവങ്ങൾ ഉണ്ടായേക്കാം. അവരാണല്ലോ ഇപ്പൊ ഈ പറയുന്നത്. നമുക്ക് നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്നെ. അല്ല, അനുഭവങ്ങൾ ചിലർക്ക് ഉണ്ടായത് കൊണ്ടായിരിക്കും അവർ ഈ പറയുന്നതൊക്കെ. പക്ഷേ ടാറ്റ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ബ്രാൻഡാണ്. അവർ തീർച്ചയായിട്ടും അത് കേൾക്കും, കാരണം കസ്റ്റമർ അല്ലേ കിങ്. അപ്പൊ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ആഡ് ബ്ലൂ അയക്കേണ്ട ആവശ്യമില്ല. വണ്ടികൾക്കൊക്കെ ആഡ് ബ്ലൂ യൂസ് ചെയ്യണം. എക്സ്പെൻസ് കൂടി നമുക്ക് കുറയും, ലാഭമാണ്. അത് പറഞ്ഞ് ചെറിയ വണ്ടി എടുക്കുന്നതിന്റെ അങ്ങനെ വേറെ എന്തൊക്കെ ഇപ്പൊ ആഡ് ബ്ലൂ യൂസ് ചെയ്യേണ്ട, മൈലേജ് ലാഭമാണ്, കൂടുതൽ സ്ഥലം കൊള്ളും. അതേപോലെ വേറെ എന്തെങ്കിലും പോയിന്റ് പറയണ്ട? ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഓവർ വെയിറ്റ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഫ്ലോർ വൈസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പ്ലാന്റും എല്ലാം മിക്സ് ചെയ്ത് വരുന്നതുകൊണ്ട് ഓവർ വെയിറ്റ് വരില്ല. അത് പക്ഷേ ഹൈറ്റ് കൂടുതലുള്ളതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എടുത്തു വെച്ച പ്ലാന്റ്സ് ഒക്കെ അത് ഏറ്റവും മുകളിലെ റാക്കിൽ വെച്ച് കഴിഞ്ഞാൽ മോൾക്ക് ഇതായിട്ട് നിൽക്കും.
ഒരു ഹൈറ്റ് ഭയങ്കരമായിട്ട് ഉപയോഗമുണ്ട്. പിന്നെ ഒരാൾക്ക് തന്നെ അതിന്റെ ഉള്ളിൽ കയറി നിന്നാൽ നിങ്ങളൊക്കെ നല്ല ഹൈറ്റ് ഉള്ള ആളാണ്. എനിക്ക് ഞാൻ നേരത്തെ കയറുന്നപ്പോഴൊക്കെ അതെ കയറി നിൽക്കാൻ പറ്റുന്നുണ്ട്. തലൊന്നും മുട്ടൂല. ശരി, അപ്പൊ സാധനങ്ങൾക്ക് എടുക്കാൻ എളുപ്പല്ലേ, കുനിഞ്ഞു പോണ്ട. അടിപൊളി. അപ്പോൾ ഇതാണ് ടാറ്റ വിങ്ങർ എടുത്ത ഒരു ഓണറുടെ വിശേഷം. ഞങ്ങളെ കമ്പനിക്കാരൊക്കെ കൂടുമ്പോൾ എന്തെങ്കിലും ഒരുമിച്ച് പോകേണ്ടി വരുമ്പോൾ എല്ലാത്തിനും പല വണ്ടികളും ഞങ്ങൾക്ക് ക്യാൻസൽ ആയി പോയത് ആ ടൈമിൽ ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നീട് ഇത് എടുത്ത ടൈമിൽ ഒരാഴ്ച യൂസ് ചെയ്തപ്പോൾ കുറച്ചുകൂടി കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അതേപോലത്തെ ഒന്നുകൂടെ ഇറക്കണം എന്ന് വിചാരിക്കണം. നമുക്ക് ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അപ്പോഴും നമുക്ക് ബെൻഡിങ് ആവുകയാണ് നമ്മുടെ ഓർഡറുകളും കാര്യങ്ങളൊക്കെ. എല്ലാം ഉഷാറാവട്ടെ. വിഷ് ഓൾ ദി ബെസ്റ്റ്. എന്തായാലും നല്ലൊരു ആശയം, ആ ബുദ്ധിക്ക് ഒരു കൈയുണ്ട്. താങ്ക് യു സോ മച്ച് നാസർക്ക. കുറെ ഞാൻ നാസർക്കാരെ പോസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ടാറ്റ വിങ്ങറുടെ വിശേഷം. അതെടുത്ത ആളുടെ എക്സ്പീരിയൻസ് ടോക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, അതിനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.